ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ റിസർച്ച് ഓഫീസർ തസ്തികയെ പറ്റിയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷ കഴിഞ്ഞ് അതിന്റെ പ്രൊഫഷണൽ ആൻസർ കീ ഒക്കെ വന്ന് ആൻസർ കീ ചലഞ്ച് ചെയ്യാനുള്ള ഒരു ടൈമൊക്കെയാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിരക്കിലായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഒരു എക്സാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് അതന്നെ ആലോചിച്ചിരിക്കരുത്. പുതിയ പുതിയ എക്സാംസ് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ അവസരങ്ങൾ നമ്മൾ ഒരിക്കലും കളയരുത്. അപ്പൊ കഴിഞ്ഞതിനെ പറ്റി ആരും ആലോചിച്ച് വിഷമിക്കരുത്. വരുന്ന എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് മുന്നിൽ എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും PG പഠിച്ച ഇറങ്ങിയ ആളുകൾക്ക് ഒരു വലിയ അവസരമാണ് നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ റിസർച്ച് ഓഫീസർ, ഓക്കെ, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ റിസർച്ച് ഓഫീസർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ പ്രതീക്ഷിക്കാം. ഓക്കെ, 2025 അവസാനത്തോടു കൂടി നമുക്ക് ആ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പരീക്ഷ നടക്കുന്നത്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്താണ് പോസ്റ്റ്? റിസർച്ച് ഓഫീസർ പോസ്റ്റ് ആണ്. ഓക്കെ, ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. റിസർച്ച് ഓഫീസർ പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പോലെയല്ല, ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. അപ്പോൾ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ പോസ്റ്റ് വിളിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലെ വിവരങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ഞാൻ ഇപ്പോഴേ പറയാം, പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ 2025 തുടക്കത്തിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വിജിലന്റ് ആയിരിക്കണം. എക്സാം നോട്ടിഫിക്കേഷൻ എപ്പോ വേണമെങ്കിലും വരാം. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിക്ക് വേണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, വളരെ ടഫായിട്ടുള്ള ഒരു എക്സാം ആണ്. റിസർച്ച് അസിസ്റ്റന്റ് പോലെ തന്നെ എനിക്ക് തോന്നുന്നു റിസർച്ച് അസിസ്റ്റന്റിനേക്കാൾ ഒരു പക്ഷേ ടഫായിട്ടുള്ള ഒരു പരീക്ഷയാണ്. കാരണം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കാതെ ഇപ്പൊ തന്നെ നിങ്ങളുടെ സ്റ്റഡി ടൈം ടേബിൾ ഒക്കെ വെച്ച് പഠിച്ച് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പരീക്ഷ നടക്കുന്നത്. റിസർച്ച് ഓഫീസർ ആണ് തസ്തിക. സ്കെയിൽ ഓഫ് പേ ഇത് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. ഇതിൽ റിവിഷൻ ഒക്കെ ഉണ്ടാവും. ദെൻ ക്വാളിഫിക്കേഷൻ, ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. എന്താണ് ക്വാളിഫിക്കേഷൻ? ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ മാത്തമാറ്റിക്സ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ മെയിൻ ആയിട്ടും ഇതിൽ പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രിയാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ഡിഗ്രി. ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ ഡിഗ്രി ഏതിൽ? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ആണ്. ഓക്കെ, PG ആണ് നമുക്ക് വേണ്ടത്. ബിരുദാനന്തര ബിരുദതല പരീക്ഷ പാസ്സായിരിക്കണം. എക്കണോമിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ മാത്തമാറ്റിക്സോ ഒരു വിഷയമായി എടുത്ത് പഠിച്ചാൽ. ഓക്കെ, MA എക്കണോമിക്സ്, MSc സ്റ്റാറ്റിസ്റ്റിക്സ്, MSc മാത്തമാറ്റിക്സ് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ അവസരം കാത്തിരിക്കുന്നത്. അപ്പം അല്ലെങ്കിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റായി നിങ്ങൾ ബാച്ചിലേഴ്സ് ഡിഗ്രി, ഒരു മാത്തമാറ്റിക്സ് ഡിഗ്രി ലെവൽ മാത്തമാറ്റിക്സിൽ നിങ്ങളൊരു സബ്ജക്റ്റ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വാളിഫിക്കേഷൻ, ഇനി ക്വാളിഫിക്കേഷനിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാറ്റം വരുമോ എന്നറിയില്ല. അപ്പോൾ നിലവിൽ ഇതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും PGക്ക് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വലിയ അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എന്ന് മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഇപ്പൊ തന്നെ, ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഇപ്പൊ തന്നെ ഈ പരീക്ഷയ്ക്ക് പഠിച്ച് തുടങ്ങും. ഇനി പ്രീവിയസ് എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിലെ റാങ്ക് ലിസ്റ്റിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 33.67 ആണ്. ഓക്കെ, 33.67 ആണ്. അത്യാവശ്യം എന്താണ് ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം ആയിരുന്നു എന്ന് വേണം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം ആയിരുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഹയസ്റ്റ് മാർക്ക് വന്നിട്ട്, അതായത് റിട്ടേൺ എക്സാം, നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ഓക്കെ, ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതുപോലെ
മെയിൻ ടെസ്റ്റ് എക്സാം OMR എക്സാം ഉണ്ട്. OMR എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതില് നമുക്ക് മെയിൻ ആയിട്ടും ഹയസ്റ്റ് മാർക്ക് വന്നിട്ട് 42.6 കഴിഞ്ഞ വർഷത്തെ ഹയസ്റ്റ് മാർക്ക് വന്നിട്ട് 42.67 ഹയസ്റ്റ് മാർക്കായി വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ ആലോചിക്കുക അപ്പൊ എത്രത്തോളം ടഫായിരുന്നു പരീക്ഷ എന്ന്. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എന്ന് പറയുന്നത് 33. അപ്പം ആ റാങ്ക് ലിസ്റ്റിലെ അവസാനത്തെ ആളുടെ മാർക്ക് എന്ന് പറയുന്നത്, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയാണ്? 33.67. അപ്പോ ആ റാങ്ക് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 13/7/2023 ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഓക്കെ, ഇപ്പം 3 വർഷമാണ് ഒരു ലിസ്റ്റിന്റെ കാലാവധി എന്ന് നിങ്ങൾക്കറിയാം. 2026 ജൂലൈയില് എന്ത് ചെയ്യുന്നു? അതിന്റെ കാലാവധി അവസാനിക്കും. ഓക്കെ, 2026 ജൂലൈയില് അതിന്റെ കാലാവധി അവസാനിക്കും. അതുകൊണ്ട് തന്നെ 2025 അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം, പുതിയ നോട്ടിഫിക്കേഷൻ. കാരണം അടുത്ത നമുക്കറിയാലേ, അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്നതിനോട് മുന്നോടിയായിട്ട് അടുത്ത റാങ്ക് ലിസ്റ്റ് തീരുന്നതോടുകൂടി നമുക്ക് പുതിയൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു നിലവിലെ റാങ്ക് ലിസ്റ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ അവസാനത്തോടു കൂടി നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ ഇനി സമയമില്ല. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന ധാരണ ആർക്കും വേണ്ട എന്നാണ്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കുക എന്ന ധാരണ വേണ്ട. കാരണം നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെ പരീക്ഷ വരും. 1-2 മാസത്തിനുള്ളിൽ പരീക്ഷ വരാം. അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു അല്ലെ, സിലബസ് ഒക്കെ മാറുമെന്ന് പ്രതീക്ഷിച്ച് നോട്ടിഫിക്കേഷൻ വരെ കാത്തിരുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് പോവരുത് എന്നാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് പരീക്ഷ വരുന്നതിന് മുന്നേ തന്നെ അതിനുവേണ്ടി പഠിച്ച് തുടങ്ങേണ്ടതാണ്. ഓക്കെ, ഇനി എന്താണ് സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 4 ഭാഗമാണ് സിലബസ്, അല്ലെങ്കിൽ 4 മൊഡ്യൂളായിട്ടാണ് സിലബസ് തിരിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ വന്നിട്ട് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ മെയിൻ ഫസ്റ്റ് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിന് എത്ര മാർക്കാണ്? 40 മാർക്കാണ്. ടോട്ടൽ 100 മാർക്കാണ് നിങ്ങൾക്ക് അറിയാം. അതിൽ 40 മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനാണ്. 40 മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനാണ്. ഇനി 30 മാർക്ക് ഇത് ബ്രീഫ് സിലബസ് ആണ്. ബ്രീഫ് ആയിട്ടുള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് സിലബസ്. നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഇതിന്റെ ഞാൻ ലിങ്ക് ആയിട്ട് ഇടാം. അപ്പൊ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വലിയ സിലബസ് ആണ്. അപ്പൊ അത് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയം പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം എക്കണോമിക്സിൽ മെയിൻ ആയിട്ട് നിങ്ങൾ മൈക്രോയും മാക്രോയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡും ഡെവലപ്മെന്റ് എക്കണോമിക്സും ഒന്നും ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഇവിടെ മെയിൻ ആയിട്ടും ഇന്ത്യൻ ഇക്കോണമിയാണ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ മെയിൻ ആയിട്ടും പ്ലാനിങ് ഒക്കെയാണ് വരുന്നത്. പ്ലാനിങ്, അതുപോലെ തന്നെ പ്രോഗ്രാംസ്, പോളിസീസ്, ഇവാലുവേഷൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് ഇന്ത്യൻ ഇക്കോണമിയാണ് മെയിൻ ആയിട്ടും ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഇക്കോണമിയാണ്. അപ്പൊ നമുക്ക് സബ്ജക്ട് അധികം കൂടുതലായിട്ട്, അതായത് മൈക്രോ, മാക്രോ, ഇന്റർനാഷണൽ ട്രേഡ്, അങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പോലെ ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഇന്ത്യൻ ഇക്കോണമിയാണ് മെയിൻ ആയിട്ടും എക്കണോമിക്സിൽ വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ സിലബസ് പോലെ തന്നെയാണ്. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ഇക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ സാമ്പിളിംഗ് ഉണ്ട്. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓൾറെഡി നമ്മൾ കവർ ചെയ്ത ഒരുപാട് ഭാഗങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ടച്ച് വിടുന്നതിന് മുന്നേ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ, എക്കണോമിക്സിലോ മാത്തമാറ്റിക്സിലോ PG ഉള്ള ആളുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ് അസിസ്റ്റന്റ് എക്സാമിന് പഠിച്ചിട്ടുള്ള ആളുകൾ ഈ എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാത്തമാറ്റിക്സും 20 മാർക്സിനാണ്. ഓക്കെ, 20 മാർക്സിനാണ് മാത്തമാറ്റിക്സ്. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിനാണ്, രണ്ടാമത് എക്കണോമിക്സിനാണ്, പിന്നെ മാത്തമാറ്റിക്സ് ആണ്. കൂടാതെ GK ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. കൂടുതലും കേരള റിനൈസൻസും ലിറ്റററി ഫിഗേഴ്സും മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. ഇവിടെ മെയിൻ ആയിട്ടും ജനറൽ നോളേജും അതുപോലെ തന്നെ അതായത് റിനൈസൻസ് ആണ്, കേരള റിനൈസൻസ് ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതില് ലിറ്റററി ഫിഗേഴ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് പ്രധാനമായിട്ടും സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് 40 മാർക്കിന്, എക്കണോമിക്സ്
30 മാർക്കിനാണ്. ദെൻ മാത്തമാറ്റിക്സ് 20 മാർക്കിനും 10 മാർക്കിന് GK-യുമാണ് ചോദിക്കുന്നത്. GK-യുടെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ആഴത്തിൽ എക്കണോമിക്സ് ഒക്കെ വളരെ ആഴത്തിൽ ചോദിച്ചിട്ടുണ്ട്. എക്കണോമിക് റിവ്യൂ, ബഡ്ജറ്റ്, അതുപോലെ തന്നെ കേരള എക്കണോമിക് റിവ്യൂ, ബഡ്ജറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകൾ, നീതി ആയോഗിന്റെ വെബ്സൈറ്റുകള്, പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങള്, പോളിസി പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് ഡീപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഇന്ത്യൻ IAS പഠിക്കുന്ന ഇതുപോലെ ഒന്ന് കുറച്ച് ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നമ്മുടെ കുറച്ച് ഡീപ്പായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. GK ആണെങ്കിലും വളരെ ടഫാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. GK-യും ഭയങ്കര കുറച്ച് ടഫായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മാക്സിമം വേക്കൻസീസ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്, ഇത് സ്റ്റേറ്റ് ലെവൽ എക്സാം ആണ്, അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിനെ പോലെ തന്നെ ഒരുപാട് വേക്കൻസീസ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം എക്സാം അവർ പഠിപ്പിക്കാനാണ് സാധ്യത. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഫോക്കസ് കൊടുക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പം നിങ്ങളുടെ വീക്ക് ഏരിയാസ്, നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ ഇത്രയാണ് പ്രിലിമിനറി ആയിട്ട് നിങ്ങളോട് പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോ ഈ യൂട്യൂബ് ചാനലില്, നിങ്ങളുടെ ഈസി എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ചാനലില് നിങ്ങൾക്ക് ഇനി വരും അതായത് എക്കണോമിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തു തരുന്നതായിരിക്കും. നമ്മുടെ റിസർച്ച് ഓഫീസറിന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എക്കണോമിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വിശദമായ ക്ലാസ്സുകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ എക്സാം ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ അത് ഷെയർ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ നിങ്ങൾക്ക് PDF ഞാൻ ഇവിടെ കമന്റ് പിൻ ചെയ്തിടാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ താങ്ക് യു. അപ്പൊ നമുക്ക് അവസരങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല. അപ്പൊ നമ്മൾ അവസരങ്ങൾ തേടി പോകണം. ഒരു സമയം വെറുതെ ഇരിക്കാതെ ഇനി വരുന്ന സമയങ്ങൾ ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് വരുന്ന പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ അതിന് ഈസി എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. അപ്പൊ ഇനി നമുക്ക് പുതിയ പുതിയ വീഡിയോസ് അതുമായി റിലേറ്റ് ചെയ്ത നിങ്ങൾക്ക് എക്കണോമിക്സിൽ നിന്റെ ഭാഗത്തു നിന്ന് ചോദിക്കാവുന്ന എല്ലാ ചോദ്യങ്ങളും MCQസും ഒക്കെ അടങ്ങുന്ന പുതിയ പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.